യുകെയിലെ മലയാളി പെൺകുട്ടികളിൽ ചിലർ അവരുടെ അതിമനോഹരമായ ഫോട്ടോസൊക്കെ ഇട്ട് ഫ്രണ്ട് റിക്വസ്റ്റുമായി വരും. യഥാർത്ഥത്തിൽ ഇതൊരു ട്രേഡിംഗ് ആപ്പ് വലയാണ്. ഇങ്ങനെ ഏതാനും ചില പെൺകുട്ടികൾ വല വിരിച്ച് ഇരിക്കുന്നുണ്ട്. അവർ മുതിർന്ന പുരുഷന്മാർക്കാണ് പ്രത്യേകിച്ച് ഫ്രണ്ട് റിക്വസ്റ്റുകൾ അയക്കുക. അങ്ങനെ ചങ്ങാത്തം കൂട്ടും. 50 വയസ്സിന് മുകളിലുള്ളവർ, 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് കൂടുതലായും അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം പെൻഷൻ പറ്റി വീട്ടിലൊക്കെ ഇരിക്കുന്നവർ, ഏകാന്തമായ മനസ്സുള്ളവർ ഒക്കെ ആയിരിക്കും പലപ്പോഴും കേരളത്തിലെ ഇത്തരം പുരുഷന്മാർ. അവർ വളരെ പെട്ടെന്ന് തന്നെ ഇവരുമായി ചങ്ങാത്തം കൂടും. പിന്നെ വലിയ സ്നേഹം ഭാവിക്കും. നിരന്തരം മെസ്സേജ്, മറുപടികൾ, അങ്ങനെ അത് പോകും. ഇടയ്ക്ക് പേരിന് ചില വിളികളും നടത്തും. ആദ്യം തന്നെ വിളിച്ച് പരിചയപ്പെടും. 1 മിനിറ്റോ 2 മിനിറ്റോ സംസാരിക്കും. പിന്നെയാണ് പതുക്കെ പതുക്കെ ഇവർ വല വിരിച്ചു തുടങ്ങുന്നത്. ട്രേഡിംഗ് ആപ്പിൻ്റെ കെണിയിലേക്ക് അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഇത്തരം പുരുഷന്മാരെ അവർ പറയുക, എൻ്റെ സഹോദരൻ ഇവിടെ ട്രേഡിംഗ് ആപ്പ് ബിസിനസ് ചെയ്യുന്നുണ്ട്, ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരുപാട് പണമുണ്ടാക്കി, ഇവിടെ ഫ്ലാറ്റ് സ്വന്തമാക്കി, വീട് സ്വന്തമാക്കി, അങ്ങനെ ഞങ്ങളിനി ദുബായിൽ അദ്ദേഹം ഫ്ലാറ്റ് വാങ്ങിക്കഴിഞ്ഞു, ഇനി മറ്റ് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യാൻ പോകുന്നു, എല്ലാം പെട്ടെന്ന് ഉണ്ടായതാണ്. അപ്പോൾ ചേട്ടനെയും നമുക്ക് ട്രെയിനിങ് പഠിപ്പിക്കാൻ കഴിയും. ആദ്യം സാറെന്ന് വിളിക്കും, പിന്നെ ചേട്ടാ എന്ന് വിളിച്ച് സ്വന്തം ആളെ പോലെ ആയി മാറുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ചിലപ്പോൾ ഈ പെൺകുട്ടിയും അവളുടെ സഹോദരൻ എന്ന് പറയുന്ന ആളും മാത്രമുള്ള ഒരു ഗ്രൂപ്പായിരിക്കും. എന്നിട്ട് ട്രേഡിംഗ് ബിസിനസ്സിൽ അവിടെയും ഇവിടെയുമൊക്കെ പണമിടാൻ പറയും. 6000 ഇടും, പിന്നെ 10000 ഇടും, പിന്നെ 25000 ഇടും. അപ്പോഴൊക്കെ നല്ല നല്ല ലാഭം ഈ വ്യക്തിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു 25 ലക്ഷം ഇടാൻ പറയും. അതോടുകൂടി ആ കഥ കഴിഞ്ഞു. അയ്യോ, എൻ്റെ 25 ലക്ഷം പോയേ എന്ന് ചോദിച്ച് പെൺകുട്ടിയുടെ അടുത്ത് ചെന്നാൽ അവൾ പറയും, അത് പിന്നെ ട്രേഡിംഗ് ആകുമ്പോൾ ചില പൈസയൊക്കെ പോയെന്നിരിക്കും. നിങ്ങൾക്കറിയില്ലേ, ഇത് നിങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങുന്ന പോലെയല്ല ട്രേഡിംഗ്. അതിൽ കുറച്ച് റിസ്ക് ഉണ്ട്. അതിൽ ചിലപ്പോൾ പണം പോയെന്ന് വരും. നേരത്തെയൊക്കെ കിട്ടിയില്ലേ. പിന്നെ കൂടുതൽ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അവൾ അയാളെ ബ്ലോക്ക് ചെയ്തു പോകും. ഇതിത്രയും ഈ കഥ പറയാൻ കാരണം, ആലപ്പുഴയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഇതേ സ്വഭാവത്തിൽ അയാളൊരു മുൻ സൈനികനാണ്. അദ്ദേഹത്തിൻ്റെ മുതിർന്ന പുരുഷനാണ്. അദ്ദേഹം ഇതുപോലെ ഒരു പെൺകുട്ടിയുമായി ചങ്ങാത്തത്തിലാവുകയും അവളുടെ സഹോദരൻ എന്ന് പറയുന്ന ഒരാൾ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ പണം നിക്ഷേപിച്ചിട്ട് 25 ലക്ഷം രൂപയാണ് അയാളുടെ പോയത്. ഇങ്ങനെ കോടികൾ പോയ ആളുകളുണ്ട്. ഇപ്പോൾ മാഞ്ചസ്റ്ററിലെ മലയാളി സംഘടനയും ഒക്കെ ആയിട്ടുള്ള ചില ഓൺലൈൻ ചാനലിലാണ് ഞാൻ വാർത്തകൾ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് മാഞ്ചസ്റ്റർ പ്രദേശത്ത് ആ ഭാഗത്തുള്ളവർ തന്നെ, അവിടെ ഒരുപക്ഷെ 1 ലക്ഷം മലയാളികളുണ്ടാവും. അനേകം പേരുടെ മലയാളികളുടെ പണം പോയിട്ടുണ്ട്. അത് കോടിക്കണക്കിന് രൂപ പോയവരുണ്ട്. എല്ലാം ഇത്തരത്തിൽ പെൺകുട്ടികൾ ഒരുക്കുന്ന വലകളാണ്. ഇതെല്ലാം മലയാളി പെൺകുട്ടികൾ തന്നെയാണ്. ഇത് ഏത് പെൺകുട്ടി വന്നാലും ഇവർക്ക് പറയാനുള്ളത് ഒരേ കഥയാണ്. സഹോദരൻ വലിയ ലാഭമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരൻ വരികയും ചെയ്യും കഥയിലേക്ക്. പലപ്പോഴും ഈ പെൺകുട്ടികൾ ഒറ്റയ്ക്കിരുന്നല്ല ഈ പുരുഷന്മാരോട് സംസാരിക്കുന്നത്. അവർ 2 പേരും 3 പേരും ഒക്കെ ഇരുന്ന് സംസാരിക്കും. ചിലപ്പോൾ അതിൽ പുരുഷന്മാരും ഉണ്ടാവും. എന്തായാലും ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് ഇവിടെ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിലെമ്പാടുമുള്ള 2 ആത്മഹത്യകൾ ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് മുതിർന്ന പുരുഷന്മാരുടെ. അത് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടവരാണ്. ചിലർ പെൻഷൻ കിട്ടിയ പൈസ ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ ഒലിപ്പിക്കൽ കണ്ട് കൊണ്ടുപോയി കളഞ്ഞിട്ടുള്ളവരുണ്ട്. യഥാർത്ഥത്തിൽ ഈ ട്രേഡിംഗ് എന്ന ഏർപ്പാട് ചെയ്തുകൊണ്ട് ലോകമെമ്പാടും അനേകം പേർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇടയ്ക്ക് ചിലപ്പോൾ പൈസ പോയി എന്ന് വരും. ഇതൊരു ഗാംബ്ലിംഗ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് ജീവിതം തന്നെ ഒരു ഗാംബ്ലിംഗ് ആണല്ലോ. അങ്ങനെ ഈ ഗാംബ്ലിങ്ങിൽ പെട്ടിട്ട് പണം പോയവരുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ട്രേഡിംഗ് ചെയ്യുന്നവരാണ്. അവർ വീണ്ടും കളിക്കും, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും, വീണ്ടും അവർ ലാഭമുണ്ടാക്കി പോവുകയും ചെയ്യും. അപ്പോഴേക്കും ഇവരിത് പഠിക്കും. അങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. എന്നാൽ ബോധപൂർവം
കെണിയിലാക്കുക എന്ന ഏർപ്പാടാണ് ഇപ്പോൾ UK ആസ്ഥാനമായി അവിടെയൊക്കെയോ ഉള്ള പെൺകുട്ടികൾ ഉൾപ്പെടുന്ന സംഘം ചെയ്തു വരുന്ന ഈ തട്ടിപ്പ്. അവർ പണമിടാൻ പറയുന്നത് അവസാനം വരുമ്പോൾ ആദ്യം ലാഭമൊക്കെ ഉണ്ടാക്കി പിന്നെ ഇടാൻ പറയുക ഒരു പക്ഷേ അവരുടെ ഏതെങ്കിലും അക്കൗണ്ടുകളിലോ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കും. അങ്ങനെയാണ് ഇവർ എളുപ്പത്തിൽ ഈ പെൺകുട്ടികൾ ധനികരായി മാറുന്നത്. അവർ മാത്രമല്ല, അവരുടെ കൂടെയുള്ളവരും ഇങ്ങനെ ധനികരായി മാറാറുണ്ട്. ഇത് UK മാഞ്ചസ്റ്ററിലെ കഥയാണ് ഏറ്റവും അടുത്ത് പുറത്തു വന്നത്. എന്നാൽ കംബോഡിയ കേന്ദ്രമായി മലയാളികളെ ഇരുത്തിക്കൊണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ അടങ്ങുന്ന മലയാളി കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ഇതേ പണി ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപ കേരളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വളരെ സാധാരണ മനുഷ്യർ സമ്പാദിച്ചു കൂട്ടിയത്, അവർ കൃഷിയിലൂടെ സമ്പാദിച്ചതാവാം, അവർ ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് അവർ പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ പണമാവാം ഈ മുതിർന്ന പുരുഷന്മാരുടെ. എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ പെൺകുട്ടികളുടെ ഒലിപ്പിക്കൽ കാണുമ്പോൾ കൊണ്ടുപോയി പണമിട്ട് കൊടുക്കുന്നത്? ഇത് നിങ്ങളുടെ കുഴപ്പം കൂടിയാണ്. നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ട്രേഡിംഗ് ഒരു തെറ്റായ കാര്യമൊന്നുമല്ല. ആ മേഖലയിൽ ഒരുപാട് പേർ ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർ ആ മേഖലയിൽ ഇടപെട്ടുകൊണ്ട് പണം സമ്പാദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സമാന്തര സംവിധാനമാണല്ലോ ട്രേഡിംഗ്. അതിനെക്കുറിച്ച് തള്ളി പറയാനില്ല. അങ്ങനെ അതിനു വേണ്ടിയുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കരുതിയിരിക്കുക, ഇങ്ങനെ കുറേ പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ UK ആസ്ഥാനമായി അവിടുത്തെ വിലാസമൊക്കെ വെച്ച് നല്ല പടങ്ങളൊക്കെ ഇട്ട്, ഞങ്ങളങ്ങനെ ഏതാണ്ട് ഒരു 3 മാസം കൊണ്ട് 5 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിയെ അറിയാം. ഒരേ പേര് തന്നെയാണ് അവൾ ഉപയോഗിക്കുക. അവൾ യഥാർത്ഥത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷെ 5 അക്കൗണ്ടുകൾ ഉണ്ടാക്കി. ഒരു അക്കൗണ്ടിൽ 100-ൽ താഴെ സൗഹൃദങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ അവൾ അത് ഡിലീറ്റ് ചെയ്യും. അപ്പോഴേക്കും അവൾക്ക് ഒരു 5-6 മുതിർന്ന പുരുഷന്മാരെ കൂട്ട് കിട്ടിയിട്ടുണ്ടാവും പണം തട്ടാൻ. അവരുമായി അങ്ങനെ ചങ്ങാത്തം കൂടി ഡെയിലി മിണ്ടി അവരെ കൊണ്ടുപോയി കെണിയിൽ ചാടിക്കും. അതാണ് രീതി. അത് കഴിയുമ്പോൾ അവൾ മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ടുമായി അവൾ വരും. അതിലൊരു 10-12 അവളുടെ അതിമനോഹരങ്ങളായ അല്പം മതാലസ സ്വഭാവമുള്ളതുപോലുമായ ചിത്രങ്ങളുണ്ടാകും. റീൽസ് ഉണ്ടാവും, 2-3 റീൽസ്, എല്ലാത്തിലും ഒരേ റീൽസാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവം വാച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത്. ദയവായി മലയാളി സുഹൃത്തുക്കൾ കരുതിയിരിക്കുക. ഇത് കേൾക്കുന്ന മറ്റുള്ളവരും കരുതി ഇരിക്കുക, കെണിയിൽ ചാടാതിരിക്കുക. ഇത്തരം കൊള്ളക്കാരികളുടെ കൂടുതൽ വിവരങ്ങൾ അവരുടെ ചിത്രങ്ങൾ സഹിതം ചിലപ്പോൾ നമുക്ക് പുറത്തുവിടേണ്ടി വരും. കാരണം ഇവർ യഥാർത്ഥ ചിത്രങ്ങൾ തന്നെയാണോ ഇട്ടിരിക്കുന്നത്, അതോ മറ്റേതെങ്കിലും പെൺകുട്ടിയുടെ ആണോ എന്നുമൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് കേരളത്തിലെ മാധ്യമങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. UK പാർലമെൻറ്റിലൊക്കെ ഇത് ഉയർത്തിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന മറ്റ് മലയാളികൾക്ക് കൂടി ഇത് ദോഷമാണ്. അത്തരം നടപടികളിലേക്ക് ഏതാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതിയ സർക്കാരിനെ കൂടി ഇടപെടുത്തിച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് UK ഇന്ത്യൻ അംബാസിഡർക്കുൾപ്പെടെ പരാതികൾ അയച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടിക്കേണ്ടതുണ്ട് എന്നതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അതിന് കേരളത്തിൽ ഉള്ളവരും അതുപോലെ തന്നെ UK മലയാളി സംഘടനകളും ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം എന്നാണ് പറയാനുള്ളത്. കരുതിയിരിക്കുക, സൂക്ഷിക്കുക ഈ പെൺ കൊള്ളക്കാരികളെ.